30/10/2022 ഓഫീസിലെത്തണമെന്ന് പറഞ്ഞ് മാനേജർ എനിക്കൊരു കത്തയച്ചു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഓഫീസിലേക്ക് ചെന്നപ്പോൾ ഡോറടച്ചപ്പം കാണുന്ന 25 പേരെടുക്കുന്ന ഒരു സംഘം, ഒരു ഫോട്ടോ വീഡിയോഗ്രാഫർ ഒരു ഫോണുമായിട്ട് ഒരു സ്റ്റാഫിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. എൻ്റെ ഫോൺ ബലമായിട്ട് വാങ്ങിവെച്ചു. എന്നോട് പറഞ്ഞു, നീ ഈ ഹാളിന്റെ നടുവിൽ ഒരു ചെയറിട്ടിട്ട് അവിടെ ബലമായി എന്നെ ഇരുത്താൻ ശ്രമിച്ചു. അപ്പൊ ആൾക്കൂട്ട വിചാരണയുടെ എല്ലാവിധ സ്വഭാവങ്ങളും അടങ്ങിയ ഒരു ഒരു സംഭവമാണ് അവിടെ നടന്നത്. എന്റെ കത്തിൽ യോഗമെന്നോ മീറ്റിംഗ് എന്നോ ഒന്നും പ്രതിപാദിച്ചില്ല. തെളിവാണ്. എന്നെ കാണാൻ പറഞ്ഞാൽ ഞാനും മാനേജറെ ഉണ്ടാവാൻ പാടില്ല, അല്ലെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ. ഇത് മാനേജ്മെന്റ് കമ്മിറ്റി 5 അംഗങ്ങള്, PTA 2 മെമ്പർമാര്, 7ഓളം അധ്യാപകർ, എനിക്കെതിരെ കേസ് കൊടുത്ത അധ്യാപികയുടെ ഭർത്താവ്, ഇവരെല്ലാം കൂടി എന്നെ കയ്യേറ്റം ചെയ്തു. എൻ്റെ കൂടെ ഞാൻ ജ്യേഷ്ഠനെ കൂട്ടിയിരുന്നു. ഈ ജ്യേഷ്ഠന്റെയും മറ്റൊരു കുടുംബാംഗത്തിന്റെയും മുന്നിൽ വെച്ച് വളരെ ക്രൂരമായിട്ട് അപമാനിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതോടുകൂടി ആ യോഗം പിരിയുകയും അന്ന് അവര് ആ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ അവരെന്ത് ചെയ്തു, ഇവൻ ക്രിമിനൽ ആണെന്നും പറഞ്ഞ് പിറ്റേ ദിവസം FIR ഇടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. തികച്ചും അങ്ങേയറ്റത്തെ അക്രമപരമായ അനീതി ഈ 27 വർഷത്തോളമായിട്ട് ഞാൻ ഈ സ്കൂളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.